സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് 100 രൂപ വെച്ച് കൂട്ടുമെന്നായിരുന്നു പറഞ്ഞത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 100 രൂപ വെച്ച് കൂട്ടി. പിന്നീട് അത് കൂട്ടിയത് ദേവിക കണ്ടോ? ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 100 രൂപ കൂട്ടിയിട്ടില്ല. അത് എപ്പോന്നറിയോ? അടുത്ത ഇലക്ഷനോടനുബന്ധിച്ച് കൂട്ടാൻ നിൽക്കുകയാണ്. കാരണം ഇപ്പൊ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്ത ഇലക്ഷൻ ആര് വന്നാലും അവരുടെ തലയിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. എല്ലാ വികസന പരിപാടികളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ട് അവസാനം വെക്കുകയാണ്. എത്ര തവണ ഇപ്പൊ പെൻഷൻ മുടങ്ങി? 6 മാസത്തോളമായിട്ട് പെൻഷൻ മുടങ്ങിയില്ലേ? ആ പെൻഷൻ മുടങ്ങിയതിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ ഇവർ പെൻഷൻ കൊടുത്താലോ അത് തന്നെ വലിയ കാര്യമാണ്. കർണാടക ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും, ഇനിയിപ്പോ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും എക്സ്ട്രാ പൈസയാണ് കൊടുക്കുന്നത്. എക്സ്ട്രാ പൈസ സ്ത്രീകൾക്ക് കൊടുക്കുന്നു. അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി സർക്കാരിന്റെ സഹായങ്ങൾ കൊടുക്കുന്നു. ഈ പറയുന്നത് പോലെ വാഹനയാത്ര വലിയ ലാഭം, അതായത് വലിയ രീതിയിലുള്ള ഇളവുകൾ ചെയ്തു കൊടുക്കുന്നു. ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും, അവിടെ അരി മുതൽ കറണ്ട്, ഇപ്പൊ 1 യൂണിറ്റ് കറണ്ടിന് ഇവിടെ എത്രയാണ് പൈസ? അതിന്റെ 10 മതി കർണാടകയിലും തമിഴ്നാട്ടിലും. പക്ഷെ കേരളത്തിൽ എത്രയാണ്? വിലക്കയറ്റം. ഇന്നത്തെ വാർത്ത, ദേവിക ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇന്നത്തെ വാർത്ത കേരളത്തിൽ 9% വിലക്കയറ്റം വർദ്ധിച്ചത്.